അസ്സലാമലൈക്കും, നമസ്കാരം. മറ്റൊരു മനോഹരമായ വീടിന്റെ ഹോം ടൂർ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇത് വന്നിട്ട് നമ്മുടെ മലപ്പുറം ജില്ലയിലെ തിരൂരുള്ള റിയാബ് ആലിയ ദമ്പതികളുടെ വീടാണ്. ഇരുനിലയിലായിട്ട് 4 ബെഡ്റൂമോട് കൂടി വളരെ മനോഹരമായ രീതിയിൽ തന്നെ ഡിസൈനൊക്കെ വരുന്ന ഈ വീടിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ? അതിനു മുന്നായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വെൽക്കം ബാക്ക് ടു ഹൈസം വ്ലോഗ്സ്. ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ ഒത്തിരി മനോഹരമായി നിർമ്മിച്ച നമ്മുടെ ഈ ഒരു വീട് വന്നിട്ട് ഏകദേശം 7.5 സെന്റ് സ്ഥലത്ത് 2600 സ്ക്വയർ ഫീറ്റിലാണ് കേട്ടോ വരുന്നത്. വളരെ ഭംഗിയിൽ നിർമ്മിച്ച വീടിന്റെ എക്സ്റ്റീരിയർ പോലെ തന്നെ ഒത്തിരി മനോഹരമായിട്ട് വളരെ വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ഇവിടെ ഇന്റീരിയറും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വീടിന്റെ ഫ്രണ്ട് എലിവേഷനെ ഒത്തിരി മനോഹരമാക്കുന്ന തരത്തിലാണ് കേട്ടോ ഇവിടെ ഈ മുകളിലായിട്ട് നോക്കുകയാണെങ്കിലും ഡിസൈനിങ് ഒക്കെ വരുന്നത്. ക്ലാഡിംഗ് ടൈലും പെയിന്റിങ്ങും അതുപോലെ തന്നെ ആ ഒരു വിൻഡോസിന്റെ ആ ഒരു ഭംഗിയൊക്കെ ശരിക്കും എക്സ്റ്റീരിയറിനെ ഒത്തിരി ഭംഗിയാക്കുന്നുണ്ട് കേട്ടോ. സിറ്റ് ഔട്ടിന് മുകളിലായിട്ട് ഈ ഒരു ഭാഗത്ത് ഇതേ റെയിലിംഗ് കൂടെ കൊടുത്തപ്പോൾ എക്സ്റ്റീരിയറിന്റെ ലുക്ക് അമേസിംഗ് ആണ്. വീട് മൊത്തത്തിൽ ഇതേ വൈറ്റ് കളറിൽ പെയിന്റിങ് വന്നിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ജസ്റ്റ് ഷോവാളൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടേ ഉള്ളേ. പക്ഷെ ഇതേ മൊത്തത്തിൽ ഈ ഒരു കളർ കോമ്പിനേഷൻ ആയാലും ആ ഒരു എക്സ്റ്റീരിയറിന്റെ ലുക്ക് ആയാലും ഒക്കെ കിടിലനാണ് കേട്ടോ. വീടിന് കറക്റ്റ് മാച്ച് ആവുന്ന തരത്തിൽ നല്ല ഭംഗിയിലാണ് കേട്ടോ കോമ്പൗണ്ട് വോള് സെറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ ഇതുപോലെ വുഡൻ വൈറ്റ് തീമിൽ സ്ലൈഡിംഗ് ഗേറ്റ് ആണ് വരുന്നത്. ഇനി നമ്മളിതേ ഫ്രണ്ടിലായിട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം മുറ്റൊക്കെ വരുന്നുണ്ട്. മുറ്റത്തിലായിട്ട് നാച്ചുറൽ സ്റ്റോണും ഇടക്കായിട്ട് ഇതുപോലെ ആർട്ടിഫിഷ്യൽ ഗ്രാസും കൊടുത്തിട്ടുണ്ട്. കൂടാതെ ദേ നമ്മൾ കയറി വരുമ്പോഴേ നേരെ എത്തുന്നത് ഇവിടുത്തെ കാർപോച്ചിൽക്കാണ് കേട്ടോ. ഗേറ്റിന്റെ നേരെ ആയിട്ട് കാർപോച്ചാണ് വരുന്നത്. അവിടെ ഇതാ വോളൊക്കെ നല്ല ഭംഗിയിൽ പ്ലാസ്റ്ററിങ് ഡിസൈനൊക്കെ കൊടുത്തിട്ട് ലൈറ്റ്സും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ദേ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് ഇങ്ങനെ പ്ലാന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ എക്സ്റ്റീരിയർ ലുക്കിനെ ഭംഗിയാക്കുന്ന തരത്തിൽ ഓപ്പൺ സിറ്റ് ഔട്ട് കൺസെപ്റ്റ് ആണ് കേട്ടോ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി അതിനോട് ചേർന്നുള്ള ആ ഒരു ഷോവാളായിട്ട് നോക്കുകയാണെങ്കിൽ ഇതാ ഒരു വശത്തായിട്ട് ക്ലാഡ് ടൈലും ഒരു വശത്ത് പെയിന്റിങ്ങും ആണ് കേട്ടോ വരുന്നത്. താഴെ ക്ലാഡ് ടൈൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ മൊത്തത്തിലുള്ള ആ ലുക്കൊക്കെ കാണാൻ. ഇനിയിപ്പോൾ നമ്മൾ ഇതേ സിറ്റ് ഔട്ടിലേക്ക് കയറുമ്പോൾ ഫ്രണ്ടിലായിട്ട് 2 സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പിലൊക്കെ ആയിട്ട് ലപ്പോത്ര ബ്ലൂ ഗ്രാനൈറ്റ് ആണ് കേട്ടോ വരുന്നത്. നമ്മുടെ സിറ്റ് ഔട്ടിൽ ഈ ഒരു ഭാഗത്തുള്ള ആ ഒരു പില്ലറിലായിട്ട് നോക്കുകയാണെങ്കിലും കൂടാതെ നമ്മുടെ കാർപോച്ചിന്റെ പില്ലറിലൊക്കെ ആയിട്ട് ആ ഒരു പ്ലാസ്റ്ററിങ് ഡിസൈൻ തന്നെയാണ് കേട്ടോ വരുന്നത്. കൂടാതെ ഇവിടെ ഒരു കുഞ്ഞു സിറ്റ് ഔട്ട് ആണ് വരുന്നത്. ഇവിടെ നല്ല ഭംഗിയിൽ 2 ചെയർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സീലിംഗിലെ ഡിസൈനും ഒത്തിരി മനോഹരമായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ മെയിൻ ഡോറിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ആ ഒരു വോളിൽ നീളത്തിൽ ഇതുപോലെ 4 സിംഗിൾ വിൻഡോസ് വരുന്നുണ്ട്. കൂടാതെ മെയിൻ ഡോർ വന്നിട്ട് തേക്കിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. വുഡിന്റെ ഡബിൾ ഡോർ ആണ്. സ്റ്റീലിന്റെ 2 ഹാൻഡിലും വരുന്നുണ്ട്. അപ്പൊ ഇനി ഇതേ നമുക്ക് അകത്തെ വിശേഷങ്ങൾ നോക്കിയാലോ. അകത്തേക്ക് കയറി വരുമ്പോൾ എന്റെ വലതുവശത്തായിട്ടാണ് കേട്ടോ ഇവിടുത്തെ ലിവിംഗ് ഏരിയ ഒരുക്കിയിട്ടുള്ളത്. കൂടാതെ നമ്മുടെ മെയിൻ ഡോറിന്റെ കൂടെ ഇതുപോലെ ഒരു സേഫ്റ്റി ഡോർ കൂടി GIയിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫ്ലോറിൽ മൊത്തത്തിലായിട്ട് വിരിച്ചിട്ടുള്ളത് വണ്ടർ കട്നി മാർബിൾ ആണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ സിറ്റ് ഔട്ടിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ L ഷേപ്പിലായിട്ട് നല്ല കംഫർട്ട് ആയിട്ടുള്ള സോഫ സീറ്ററാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. നടുക്കായിട്ട് ഇതുപോലെ ഒരു ഡിഫറെന്റ് ഡിസൈനിൽ വരുന്ന ഒരു ടേബിൾ കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആ ഒരു വിൻഡോസിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ റോമൻ ബ്ലൈൻഡ്സ് ആണ് കേട്ടോ കർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ വോളിലായിട്ട് നല്ല ഭംഗിയിൽ ഒരു വോൾ ഡെക്കർ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു ഹോളിലെ മെയിൻ ഹൈലൈറ്റ് ഈ ഒരു ഏരിയ ആണ് കേട്ടോ. നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തത് ഇവിടെ ഒന്ന് നോക്കിയേ. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു കുഞ്ഞു പാറ്റിയോ സ്പേസ് വരുന്നുണ്ട്. ഫ്ലോറിലായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് മാറ്റും 2 വശത്തായിട്ട് 2 ചെയറും ഒരു ടേബിളും വരുന്നുണ്ട്. അവിടെ നടുക്കായിട്ട് തന്നെ ഒരു വാട്ടർഫോൾസ് ആണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്.
ഒരു കുഞ്ഞു വാട്ടർഫോൾസ്, അതിന് ചുറ്റുമായിട്ട് ഇതേ ഒത്തിരി ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് എന്ത് ഭംഗിയാണെന്നറിയോ. നമ്മുടെ സ്റ്റെയറിന്റെ താഴെയാണ് കേട്ടോ അത് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റെയർ വരുന്നുണ്ട്. നമ്മുടെ സോഫയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ TV യൂണിറ്റും ഒരുക്കിയിട്ടുണ്ട്. മൾട്ടിവുഡിലാണ് കേട്ടോ ഇന്റീരിയർ ഒക്കെ ചെയ്തിട്ടുള്ളത്. മൾട്ടിവുഡിലും മൈക്കൊട്ടിച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പ്രൊഫൈൽ ആയിട്ടും കൂടാതെ താഴെ ഡ്രോയർ വരുന്നുണ്ട്. ഒരു വശത്തായിട്ട് ഇതേ ഒരു ഹൈഡിങ് സ്പേസ് കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ലിവിങ്ങിന്റെ സ്പേസിൽ ഇതേ ഇതുപോലാണ് കേട്ടോ സീലിംഗിലെ ഡിസൈൻ വരുന്നത്. കൂടാതെ ദേ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂമും കോമൺ ബാത്റൂമും ഒക്കെ വരുന്നത്. അവിടുന്ന് നമ്മുടെ ഫോയറിൽ നിന്ന് ആ ഒരു ഭാഗത്തേക്കായിട്ട് പ്രൊഫൈൽ ലൈറ്റിലും ഡിസൈൻ വരുന്നുണ്ട്. കൂടാതെ നമ്മുടെ ആ ഒരു സ്റ്റെയറിന്റെ ഭാഗം വന്നിട്ട് വേറെ ലെവലാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിത് ഈ ഒരു ഭാഗത്തുള്ള ആ ഒരു ബെഡ്റൂമും ബാത്റൂമും ഒക്കെ നോക്കാം. ആദ്യം കോമൺ ബാത്റൂം നോക്കുകയാണെങ്കിൽ അതിന് മുകളിലായിട്ടൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. കൂടാതെ ബാത്റൂം വന്നിട്ട് നല്ല സൗകര്യത്തിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇത് പ്രത്യേകിച്ച് നമുക്ക് ഗസ്റ്റിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു ബാത്റൂമാണ്. ഒരു വശത്തായിട്ട് തന്നെ വാഷ് ഏരിയന്റെ യൂണിറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി ഇതേ ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ സിമ്പിൾ ആയിട്ട് ഡിസൈൻ ചെയ്ത ഒരു ബെഡ്റൂം ആണ് കേട്ടോ. ഇത് ഒരു കുഞ്ഞു സ്പേസിലാണ് കേട്ടോ ഈ ബെഡ്റൂം വന്നിട്ടുള്ളത്. ഇവിടെ ഇതേ കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കോട്ടിന്റെ ആ ഒരു ഹെഡ് ബോർഡ് ആ വോളിൽ ഫിക്സ്ഡ് ആണ് കേട്ടോ. വൈറ്റ് ആൻഡ് വുഡ് തീമിലാണ് വരുന്നത്. ബാക്കിലായിട്ട് രണ്ട് വശത്തായിട്ട് രണ്ട് സിംഗിൾ വിൻഡോസ് കാണാം. സീബ്ര ബ്ലൈൻഡ്സ് ആണ് ഈ കർട്ടൻസ് വന്നിട്ടുള്ളത്. ഇനി ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. വൈറ്റ് ആൻഡ് വുഡ് തീമിൽ നല്ല സ്റ്റോറേജ് കൊടുത്ത് തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ കോട്ടിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വോളിൽ നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു ഷോക്കേസ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ സീലിംഗ് ആയാലും ഒത്തിരി ഭംഗിയായിട്ട് വൈറ്റ് ആൻഡ് വുഡ് തീമിൽ വന്നിട്ട് പ്രൊഫൈൽ ആയിട്ട് കൊടുത്തിട്ടും സ്ട്രിപ്പ് ലൈറ്റ്സ് കൊടുത്തിട്ടൊക്കെ ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട്. അപ്പം നമ്മളിതേ ഇനി നമ്മുടെ ഡൈനിങ് ഹാളിലേക്ക് പോകുമ്പോൾ ഇത് എൻട്രൻസിലായിട്ട് തന്നെ ഈ ഭാഗത്ത് ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്. കൂടാതെ അവിടെ മാഷാ അല്ലാഹ് എന്നൊക്കെ എഴുതിയിട്ട് നല്ല ഭംഗിയിൽ തന്നെ ഒരു ഡിസൈനും വരുന്നുണ്ട്. ഇവിടെ എന്റെ വലതുവശത്തായിട്ടാണ് കേട്ടോ ഡൈനിങ് ഒരുക്കിയിട്ടുള്ളത്. അതവിടെ നിൽക്കട്ടെ. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. അപ്പൊ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് ഒരു കുഞ്ഞു സ്റ്റഡി ഏരിയ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അവിടെ ആയിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു ടേബിളും ഒരു കുഞ്ഞു സ്റ്റഡി ടേബിളും വരുന്നുണ്ട്. കൂടാതെ ഇത് വന്നിട്ട് TV യൂണിറ്റ് ഹൈഡ് ചെയ്തതാണ് കേട്ടോ. കൂടാതെ ഈ ഒരു വോളിൽ നല്ല ഭംഗിയിൽ ഒരു ബ്രൗൺ ഷെയ്ഡിൽ പെയിന്റിങ് കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ വരുന്നൊരു ഫ്രെയിം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മുകളിലായിട്ട് തന്നെ സ്റ്റോറേജും വരുന്നുണ്ട്. അപ്പൊ നമ്മളിവിടെ രണ്ടാമത്തെ ബെഡ്റൂം നോക്കുകയാണെങ്കിൽ ഒത്തിരി മനോഹരമായ രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്ത ഒരു ബെഡ്റൂമാണ് കേട്ടോ ഇത്. ഇവിടെ നടുക്കായിട്ട് തന്നെ ഫാമിലി കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കോട്ടിന്റെ ഹെഡ് ബോർഡ് വന്നിട്ട് ആ വോളിൽ മൊത്തത്തിൽ ഇതുപോലെ ഫിക്സ്ഡ് ആണ് കേട്ടോ. ഒരു വൈറ്റ് ആൻഡ് വുഡ് തീമിലാണ് വരുന്നത്. രണ്ട് വശത്തായിട്ട് തന്നെ സൈഡ് ടാബിളും കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഷോവാളിലായിട്ട് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ പെയിന്റിങ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ആ ഒരു ഷോവാളിൽ നിന്ന് ഡയറക്റ്റ് സീലിംഗിലേക്ക് ഒരു ഡിസൈൻ പോകുന്നുണ്ട്. അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ പ്രൊഫൈൽ ലൈറ്റ്സും LED ലൈറ്റ്സും സ്ട്രിപ്പ് ലൈറ്റ്സ് ഒക്കെ വന്നിട്ട് എന്ത് മനോഹരാന്നറിയോ കാണാൻ വേണ്ടിയിട്ട്. ഇനി ഇവിടെ ഈ വോളിലായിട്ട് ഒരു വിൻഡോ വരുന്നുണ്ട്. സീബ്ര ബ്ലൈൻഡ്സ് ആണ് കേട്ടോ കർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. കോഡിന് ഓപ്പോസിറ്റ് ആയിട്ട് ഈ ഭാഗത്താണ് വാർഡ്രോബിന്റെ സെറ്റിംഗ്. ആ ഒരു വോള് മൊത്തത്തിൽ ഒത്തിരി സ്റ്റോറേജ് കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അവിടെ ആയിട്ട് തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. FRP ഡോറാണ് കേട്ടോ. നേരെ കാണുന്ന ഭാഗത്തായിട്ട് വാഷ് ഏരിയന്റെ യൂണിറ്റും കൂടാതെ നല്ല സൗകര്യത്തിൽ തന്നെയാണ് കേട്ടോ ബാത്റൂം ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇനി തിരിച്ച് ഇവിടെ ഹാളിൽ തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് കേട്ടോ ഡൈനിങ് ഏരിയന്റെ ആ ഒരു സെറ്റിങ്സ്. നല്ല ഭംഗിയില്ലേ ഡൈനിങ് ഏരിയ കാണാനായിട്ട്. ഇവിടെ 8 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ് കേട്ടോ ടേബിളിന്റെ അറേഞ്ച്മെന്റ്സ് വന്നിട്ട്. നല്ല പ്ലെയിൻ ആയിട്ടുള്ള ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ നല്ല ഒതുക്കത്തിലാണ് കേട്ടോ വരുന്നത്. ചെയർ വന്നിട്ട് കുഷ്യൻ ടൈപ്പിലാണേ. ഇനി ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ നമ്മുടെ കിച്ചൺ വരുന്നത്. കിച്ചണിൽ നിന്ന് ഇങ്ങോട്ട് കാണുന്ന തരത്തിൽ നമുക്ക് ഫുഡൊക്കെ സെർവ് ചെയ്യാവുന്ന രീതിക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ. മൾട്ടിവുഡിലാണ് ചെയ്തിട്ടുള്ളത്. മുകളിലായിട്ട് 2 സിലിണ്ടർ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അവിടുന്ന് ഈ ഒരു ഭാഗത്തെ വോളിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഒരു വിൻഡോ വരുന്നുണ്ട്. അതിന് 2 വശത്തായിട്ടും ഇതുപോലെ പരഗോള ഗ്ലാസ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ആ വിൻഡോയിലായിട്ട് റോമൻ ബ്ലൈൻഡ്സ് ആണ് കേട്ടോ കർട്ടൻസ്. അവിടുന്ന് ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് ഏരിയ ഒരുക്കിയിട്ടുള്ളത്. വാഷ് ഏരിയ വന്നിട്ട് മൾട്ടിവുഡിൽ വളരെ മനോഹരമായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നടുക്കായിട്ട് സർക്കിൾ മിറർ വന്നിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ വൈറ്റ് കളർ വാഷ് ബേസൺ ആണ്. താഴെയായിട്ട് നോക്കുകയാണെങ്കിൽ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനോട് ചേർന്ന് ഈ ഭാഗത്ത് ആയിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജും അതിലെ ഇന്റീരിയർ ഡെക്കേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ഒരു CCTV യൂണിറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ലിവിംഗിൽ നിന്ന് ഡൈനിങ്ങിലേക്ക്
നിങ്ങൾക്ക് കാണുന്ന തരത്തിൽ അവിടെ ഇതുപോലെ ഒരു സ്ക്വയർ ടൈപ്പ് ഡിസൈൻ കൂടി വരുന്നുണ്ട്. ഇവിടെ സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിലും ഒത്തിരി ആഡംബരമായിട്ട് നല്ല ഭംഗിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. വൈറ്റ് ആൻഡ് വുഡ് തീമിലാണ് വരുന്നത്. മൊത്തത്തിൽ ഇതേ നല്ല ഭംഗിയുണ്ട് കേട്ടോ ആ ഒരു ഭാഗം കാണാൻ. കൂടാതെ പ്രൊഫൈൽ ലൈറ്റ്സിലും ഡിസൈൻ പോകുന്നുണ്ട്. ഇനി ഇതേ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുന്ന് പുറത്തേക്ക് ഒരു ഡോറ് വരുന്നുണ്ട് കേട്ടോ. അത് തുറക്കുമ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റ് മനസ്സിലാവുക. മുകളിലായിട്ട് ഒരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ ഇതേ ഡോറ് തുറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇതേ അവിടുന്ന് പുറത്തേക്ക് ഒരു ഗ്രിൽസ് പോലെ വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് വാഷിംഗ് മെഷീനും ഷൂ റാക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ. കൂടാതെ അവിടുന്ന് ഇതേ പുറത്തേക്ക് നോക്കിയാൽ അവിടെയാണ് ഇവരുടെ തറവാട് വരുന്നത്. അപ്പോൾ അവിടുന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് കൊടുത്തതാണ് കേട്ടോ. അപ്പൊ ഇനി നമുക്കിത് ഇവിടുത്തെ കിച്ചണ് നോക്കല്ലേ. കിച്ചണിന്റെ ഡോറ് വന്നിട്ട് ഇതുപോലെ വുഡിൽ ഒരു ഗ്ലാസ് ഡിസൈൻ ഒക്കെ വരുന്ന ഡോറാണ്. നമ്മളിത് കിച്ചണിലേക്ക് കയറി വരുമ്പോഴേ ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ ഒത്തിരി മനോഹരമായ രീതിയിൽ മോഡേൺ കിച്ചൺ കൺസെപ്റ്റ് തന്നെയാണ് കേട്ടോ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. വർക്ക് ഏരിയ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒറ്റ കിച്ചൺ ആണ് കേട്ടോ ഇത്. ഇവിടെ ഈ ഒരു ഭാഗത്ത് സി ടൈപ്പിലെ ഒരു റാക്ക് വരുന്നുണ്ട്. റാക്കിന് ബേസിലൊക്കെ ആയിട്ട് നാനോ വൈറ്റ് ആണ്. ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ സിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ വെന്റിലേഷന് വേണ്ടിയിട്ട് മിനി വിൻഡോസും വരുന്നുണ്ട്. ഇനിയിപ്പോ നമ്മുടെ റാക്കിന് തൊട്ട് മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതാ വിൻഡോന്റെ രണ്ട് വശത്തൊക്കെ ആയിട്ട് നോക്കിയാൽ ഇതുപോലെ ഡബിൾ ഡോർ വരുന്ന കുഞ്ഞു സ്റ്റോറേജ് ഷെൽഫ്സ് വരുന്നുണ്ട്. ഇനിയിപ്പോ നമ്മുടെ റാക്കിന് ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഗ്യാസ് സ്റ്റൗവിന്റെ അറേഞ്ച്മെന്റ്സ് ചെയ്തിട്ടുണ്ട്. അവിടെ വെന്റിലേഷന് വേണ്ടിയിട്ട് ഇതേ വിൻഡോസ് വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോ ഇതേ ഈ ഒരു ഭാഗത്തായിട്ട് ഓവൻ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഇതേ ക്രോക്കറി യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ റാക്കിന് താഴെയായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ മൊത്തത്തിൽ വൈറ്റ് കളറിൽ നല്ല ഭംഗിയിൽ തന്നെ ക്യാബിൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോന്നിനും അതത് ക്യാബിൻസ് കൊടുത്തിട്ട് തന്നെയാണ് കേട്ടോ സെറ്റിങ്സ് ഒക്കെ വരുന്നത്. താഴെ മാത്രമല്ല മുകളിലായിട്ട് നോക്കുകയാണെങ്കിലും സ്റ്റോറേജിന് ഒത്തിരി പ്രാധാന്യം കൊടുത്തിട്ട് തന്നെയാണ് കേട്ടോ കബോർഡ്സിന്റെ സെറ്റിങ്സ്. ഇനി നമ്മൾ അവിടുന്ന് നമ്മുടെ കിച്ചണിന്റെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് ഇതാ ഈ വോളില് നമ്മുടെ മുകളിലുള്ള സ്റ്റോറേജ് ഇല്ലേ, അത് കൂടാതെ ഇതുപോലെ ഒരു സ്റ്റോറേജ് ഷെൽഫ്സ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വോളിലായിട്ട് ഇതാ ഒരു 3 ഡോർ വിൻഡോ വരുന്നുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ ഫ്രിഡ്ജിന്റെ സെറ്റിങ്സ് വന്നിട്ടുള്ളത്. ഫ്രിഡ്ജിനോട് ചേർന്ന് തന്നെ ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് വെക്കാവുന്ന രീതിക്ക് ഒരു ഷെൽഫും വരുന്നുണ്ട്. ഇവിടെ മുകളിലായിട്ട് സീലിംഗിൽ ഇതാ ഇതുപോലെ നീളത്തിൽ വുഡൻ ടൈപ്പിൽ ഒരു ഡിസൈൻ വന്നിട്ട് രണ്ട് വശത്തായിട്ട് ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കിച്ചണിൽ നിന്നുള്ള പുറത്തേക്കുള്ള ഒരു വ്യൂ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അവിടെ നല്ല നീറ്റായിട്ട് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളിതേ തിരിച്ച് നമ്മുടെ ഹാളിൽ തന്നെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ വിശേഷങ്ങളൊക്കെ നോക്കിയല്ലേ. നമ്മുടെ ഈ ഒരു ലിവിങ് ഏരിയയിലല്ലേ ഈ സ്റ്റെയർ വരുന്നത്. അപ്പൊ നമ്മുടെ ഈ സ്റ്റെയറിന്റെ താഴെ മുതൽ മുകൾ വരെ നോക്കുകയാണെങ്കിൽ ഇതാ ഒത്തിരി മനോഹരമായ രീതിയിലാണ് കേട്ടോ ഡിസൈനിങ് വരുന്നത്. ഹാളിലേക്ക് വരുമ്പോഴന്നെ നമ്മുടെ മെയിൻ അട്രാക്ഷൻ തന്നെ ഈ ഒരു സ്റ്റെയറും അതിന്റെ ഭാഗങ്ങളുമാണ്. സ്റ്റെയറിൽ ഫ്ലോറിലൊക്കെ ആയിട്ട് ഗ്രാനൈറ്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മളിത് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ദാ ഇതുപോലെ ഒരു റെയിലിംഗ് പോലെ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് സ്റ്റെയറിന്റെ ഒരു പാർട്ടീഷൻ പോലെ. അവിടെ താഴെയായിട്ട് ഇത് സ്റ്റോറേജ് ഷെൽഫ്സും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മളിതേ നമ്മുടെ സ്റ്റെയറിന്റെ ഹാൻഡ് റെയിലിംഗ് നോക്കുകയാണെങ്കിൽ സ്ക്വയർ ഹോളോ ട്യൂബിൽ പെയിന്റിങ് ചെയ്തതാണ് കേട്ടോ. വൈറ്റ് ആൻഡ് വുഡ് തീമിലാണ് വരുന്നത്. ഇനി നമ്മൾ മുകളിലേക്ക് കയറുമ്പോൾ ഇവിടെ ഫസ്റ്റ് ലാൻഡിങ്ങിലായിട്ട് തന്നെ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ ആയിട്ട് ഇതേ നമ്മൾ ഡൈനിങ്ങിൽ കണ്ടില്ലേ ആ ഒരു സ്ക്വയർ ടൈപ്പ് ഡിസൈൻ ആണ്. ഇനിയിപ്പോൾ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതാ ഈ ഒരു സീലിംഗിലെ ഹാങ്ങിങ് ലൈറ്റും ആ ഒരു സ്റ്റെയർ ഏരിയയിൽ മുകളിലായിട്ടുള്ള ആ ഒരു ഡിസൈനൊക്കെ തന്നെ ആണ് കേട്ടോ. ഇവിടുത്തെ ഹൗസ് ഓണർ തന്നെയാണ് ഈ വീടിന്റെ ഡിസൈനിങ് മൊത്തം ചെയ്തത്. അവരൊത്തിരി ട്രാവൽ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ കാണുന്ന ഓരോ ഹോട്ടലിലുള്ള ഡിസൈനിങ് ഒക്കെ ഉണ്ടാവില്ലേ, അതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒത്തിരി മനോഹരമായിട്ടാണ് കേട്ടോ വീടിന്റെ ഇന്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും ഒക്കെ ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ സ്റ്റെയർ ഏരിയയിലെ വോളിൽ കൊടുത്ത ആ ഒരു ഡിസൈനിങ്ങും പരഗോള ഗ്ലാസ് ഡിസൈനും കൂടാതെ സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിൽ വുഡൻ ടൈപ്പിൽ ഒരു ഡിസൈനും നടുക്ക് വരുന്ന ഈ ഒരു ഹാങ്ങിങ് ലൈറ്റ് ഇല്ലേ നല്ല വലിപ്പമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നല്ല ഭംഗിയുണ്ടേ കാണാനായിട്ട്. അപ്പൊ നമ്മളിതേ നമ്മുടെ അപ്പർ ഹാളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ വീടിനുള്ളിലേക്ക് പ്രകാശം കിട്ടുന്ന രീതിയിൽ ഒത്തിരി കുഞ്ഞ വിൻഡോസും കൂടാതെ വോളിലായിട്ട് വലിയ വിൻഡോസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. സീലിംഗിലായിട്ട് നമ്മൾ സിറ്റ് ഔട്ടിൽ കണ്ട പോലെ ഇതുപോലെ വുഡൻ ടൈപ്പിൽ നല്ല ഭംഗിയിലൊരു ഡിസൈനും കാണാവേ. ഇവിടെ മുകളിലത്തെ ഫ്ലോറിലായിട്ട് നോക്കുകയാണെങ്കിൽ മാർബണേറ്റ് ആണ് കേട്ടോ വിരിച്ചിട്ടുള്ളത്. ഇനിയിപ്പോ ഈ ഭാഗത്ത് ബാൽക്കണി വരുന്നുണ്ട്. കൂടാതെ ഇവിടെ മുകളിലായിട്ടും ഈ രണ്ട് വശത്തായിട്ട് തന്നെ 2 ബെഡ്റൂംസും സെറ്റ് ചെയ്തിട്ടുണ്ട്. ടോട്ടലി 4 ബെഡ്റൂം ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇനി 3ാമത്തെ ബെഡ്റൂം ആണ് നോക്കാൻ പോകുന്നത്.
നമ്മൾ താഴെ കണ്ട 2 ബെഡ്റൂമുകളിൽ നിന്നും ഒത്തിരി മനോഹരമായി ഡിസൈൻ ചെയ്തൊരു ബെഡ്റൂമാണ് കേട്ടോ ഇത്. ഇവിടെ ഈ ഭാഗത്തന്നെ നമ്മുടെ ഫാമിലി കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കോട്ടിന്റെ ഹെഡ് ബോർഡ് നോക്കി, ആ ഒരു വോളിൽ മൊത്തത്തിൽ ഫിക്സ്ഡ് ആണ്. വൈറ്റ് കളറിലാണ് കേട്ടോ വരുന്നത്. 2 വശത്തായിട്ട് സൈഡിൽ ടേബിൾ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ആ ഒരു ഷോവാളിൽ ഈ കാണുന്ന ഭാഗമല്ലേ, അവിടെ നമുക്ക് കാണുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും തോന്നൂല്ലെങ്കിലും അവിടെ ഒരു സ്റ്റോറേജ് ആണ് കേട്ടോ വരുന്നത്. നല്ല ഭംഗിയില്ലേ? ആ ഒരു ഷോവാളിലായിട്ട് ഒരു ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ പെയിന്റിങ്. ആ ഒരു വോളിൽ നിന്നായിട്ട് സീലിംഗിലേക്ക് ആ ഒരു ഡിസൈനിങ് വരുന്നുണ്ട്. ഇനിയിപ്പോ അവിടുന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ ആയിട്ട് ഫുൾ വിൻഡോ വരുന്നുണ്ട്. അവിടെ എൻട്രൻസിൽ ഈ വോളിലായിട്ട് തന്നെ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഫുൾ കർട്ടൻസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. ഡബിൾ കർട്ടൻസ് ആണ്. ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇനി അവിടുന്ന് നമ്മുടെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഒരു വോളിലായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു നെവി ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ നമ്മുടെ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒത്തിരി സ്റ്റോറേജിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഡ്രസ്സിംഗ് ഏരിയക്കും ബാത്റൂമിനും വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഏരിയ വരുന്നുണ്ട് കേട്ടോ. ഡ്രസ്സിംഗ് ഏരിയയും ഒത്തിരി സ്പീഷ്യസ് ആയിട്ട് നല്ല ഭംഗിയിൽ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അവിടെ ഈ ഒരു മിറർ വരുന്നില്ലേ, ആ ഒരു ഭാഗം ശരിക്കും ഒരു സിംഗിൾ വിൻഡോയാണ് കേട്ടോ. അതിലാണ് ഇവർ മിറർ സെറ്റ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഇനിയിപ്പോൾ നമ്മൾ ഇവിടുത്തെ ബാത്റൂം നോക്കുകയാണെങ്കിൽ നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ് കേട്ടോ ഇതും. ഇവിടെ നമ്മുടെ വാഷ് ഏരിയന്റെ യൂണിറ്റിനെയും നമ്മുടെ ഷവർ ഏരിയനെയും കൂടി സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഗ്ലാസ് പാർട്ടീഷൻ വരുന്നുണ്ട്. ഇനിയിപ്പോ ഇവിടെ ഷവർ ഏരിയ നോക്കുകയാണെങ്കിലും നല്ല റിച്ച് ആയിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ആ ഒരു ഷവറിന്റെ ഒക്കെ ഒരു പ്രത്യേകത നോക്കി നിങ്ങള്, നല്ല നമ്മൾ മഴയത്ത് നിന്ന് കുളിക്കുന്നതിന്റെ ഒക്കെ ആ ഒരു വൈബായിരിക്കും അല്ലേ. ശേഷം നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഇവിടുത്തെ 4ാമത്തെ ബെഡ്റൂം ആണ് കേട്ടോ. ഇവിടെ ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ തന്നെ നേരെ കാണുന്നത് ഇവിടുത്തെ ബാത്റൂം ആണ്. അതവിടെ നിൽക്കട്ടെ. നല്ല സ്പീഷ്യസ് ആയിട്ടാണ് കേട്ടോ ഇവിടുത്തെ ഈ ബെഡ്റൂം ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ ഒരു കോർണറിലായിട്ട് തന്നെ ഫാമിലി കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കോട്ടിന് ഒരു വശത്തായിട്ട് തന്നെ സൈഡ് ടേബിൾ കാണാം. ഹെഡ് ബോർഡ് ആ വോളിൽ ഫിക്സ്ഡ് ആണ് കേട്ടാ. ഇനിയിപ്പോ ഇവിടെ ഷോവാളിലായിട്ട് നോക്കിയാൽ ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ പെയിന്റിങ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു വോളിൽ ഒരു വശത്ത് ഒരു സിംഗിൾ വിൻഡോ വരുന്നുണ്ട്. കൂടാതെ മുകളിലായിട്ട് മിനി വിൻഡോസും വരുന്നുണ്ട്. ഇവിടെ വിൻഡോസിലൊക്കെ ആയിട്ട് സീബ്ര ബ്ലൈൻഡ്സ് തന്നെയാണ് കേട്ടോ കർട്ടൻസ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. ഇനി കോട്ടിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ വാർഡ്രോബിന്റെ സെറ്റിംഗ്സ് വന്നിട്ടുണ്ട്. ഇവിടെ സീലിംഗും ഒത്തിരി ഭംഗിയായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇതുപോലെ LED ലൈറ്റ്സും സ്ട്രിപ്പ് ലൈറ്റ്സും കൂടാതെ ആ ഒരു നടുക്ക് വരുന്ന ഡിസൈനുള്ളിലൊക്കെ ആയിട്ട് ആ ഒരു സ്കൈ ബ്ലൂ പെയിന്റിംഗ് തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോ നമ്മളിത് ഈ റൂമിലെ ബാത്റൂം നോക്കുകയാണെങ്കിലും വാഷ് ഏരിയന്റെ യൂണിറ്റ് വരുന്നുണ്ട്. നല്ല സൗകര്യത്തിൽ വരുന്ന ഒരു ബാത്റൂം തന്നെയാണ് കേട്ടാ. അങ്ങനെ ഫൈനലി നമ്മുടെ ബാൽക്കണിയിലേക്കാണ് വരുന്നത്. ബാൽക്കണീന്റെ ആ ഒരു ഡോറിന്റെ അവിടെയും ഇതുപോലെ സേഫ്റ്റി ഡോർ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഈ ഒരു ഭാഗത്തൊക്കെ പില്ലേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയൊക്കെ ക്ലാഡ് ടൈലാണ് കേട്ടോ വരുന്നത്. ഒരു കുഞ്ഞു പോർഷൻ ആണ് ഇവിടെ ബാൽക്കണി ആയിട്ട് വരുന്നത്. ബാക്കി ഭാഗം ഓപ്പൺ ടെറസ് ആയിട്ടാണ് കിടക്കുന്നത്. ഇവിടെ പുറത്തേക്കുള്ള ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് റൂഫ് പാനൽ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇനി ഈ ഒരു ഭാഗത്തേക്കൊക്കെ ഓപ്പൺ ടെറസ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പൊ നമ്മുടെ വീടിന്റെ നൈറ്റ് വ്യൂ ഒന്നുകൂടെ കണ്ടുനോക്കിയേ. നല്ല ഭംഗിയില്ലേ കാണാന്. പിന്നെ ഈ വീടിന്റെ പ്ലാനും അതുപോലെ തന്നെ ഇവർ ഈ വീടിന്റെ കൺസ്ട്രക്ട് ചെയ്തതും തമ്മിൽ ഒത്തിരി മാറ്റം കേട്ടോ. പ്ലാനിൽ നിന്ന് ഒരുപാട് വ്യത്യാസമായിട്ടാണ് ഇവരിത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് പ്ലാൻ ഇൻക്ലൂഡ് ചെയ്യാത്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാനും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരേക്കും ബൈ.